പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ LGS 2025 റാങ്ക് ലിസ്റ്റിൻ്റെ ഡെമോ ചാർട്ടുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ LGSലെ മെയിൻ ലിസ്റ്റിലാകെ 516 പേരാണ് ഉള്ളത്. 537 സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉണ്ട്. DA കാറ്റഗറി, അതായത് ഡിഫറൻറ്റ് ഏബിൾ കാറ്റഗറിയിൽ 29 പേരുണ്ട്. അങ്ങനെ 1082 പേരാണ് ആലപ്പുഴയിലെ LGS 2025 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലെ 54 ഒഴിവുകളുണ്ടെങ്കിൽ എത്ര പേർക്ക് ജോലി കിട്ടും എന്നുള്ള ഒരു ഡെമോ ചാർട്ടുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലിസ്റ്റ് എടുത്തു നിർത്തിയിരിക്കുന്നത് 57 OCയിലാണ്. അപ്പോൾ ഈ ലിസ്റ്റ് എടുത്തു തുടങ്ങുന്നത് 61 OCയിലാണ്. അപ്പോൾ 61 OC എന്ന് പറയുമ്പോൾ 57 ഇടയ്ക്കുള്ള ബാക്കി കാറ്റഗറീസ് എന്ത് ചെയ്യുന്നു? അതായത് 58 EBT, 59 EWS, 60 HN, അതായത് ഹിന്ദു നാടാർ. ഈ 3 കാറ്റഗറിയും TPO ആയിട്ട് മാറ്റപ്പെടുന്നു. TPO ആയി മാറ്റപ്പെട്ട ഉടനെ തന്നെ അടുത്ത ഊഴം വരുമ്പോൾ എടുക്കുകയും ചെയ്യും. ഇനി കഴിഞ്ഞ ലിസ്റ്റിലെ TPO പെൻഡിങ് 9 എണ്ണം ഉണ്ട്. DA പെൻഡിങ് 5 എണ്ണമുണ്ട്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് എന്തെല്ലാം കടന്ന് വന്നിട്ടുണ്ടോ, അതായത് പുതിയ ലിസ്റ്റിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ TPO, DA, ത്രോൺ ഔട്ട്, പിന്നെ NJD അങ്ങനെയൊക്കെ തുടങ്ങിയ ഓരോ കാറ്റഗറികൾ പുതിയ ലിസ്റ്റ് തുടങ്ങുമ്പോൾ അതെല്ലാം എടുത്ത് തീർന്നിട്ടാണ് പുതിയ ലിസ്റ്റിൽ നിന്ന് റൊട്ടേഷൻ വൈസ് എടുത്തു തുടങ്ങുകയുള്ളൂ. അപ്പോൾ ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം TPOയും DAയുമാണ് പെൻഡിങ് ഉള്ളത്. അപ്പോൾ അത് ആദ്യം എടുത്ത് കഴിഞ്ഞതിന് ശേഷം റൊട്ടേഷൻ വൈസ് തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾക്ക് ഈ ഡെമോ ചാർട്ടും ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. DA കാറ്റഗറിയിൽ 1ാം റാങ്കാരൻ നിഖിൽ ആനന്ദ്, 2ാം റാങ്കാരൻ ഇർഫാൻ നജീബ്, 3ാം റാങ്കാരൻ അനന്തകൃഷ്ണൻ S, 4ാമത്തത് ക്ലിൻസി മാർട്ടിൻ, 5ാമത്തെ അബ്ദുൾ സമദ് TJ എന്നിവരാണ് DA കാറ്റഗറിയിൽ നിന്നും കയറിപ്പോകുന്നത്. ഇനി TPO 9 പേരുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ OBC, EBT, ST, മുസ്ലിം, SC, CC, OBC അത്രയും പേരാണ് കയറിപ്പോകുന്നത്. അതിൽ OBC രാജേഷ് KR മെയിൻ ലിസ്റ്റിൽ നിന്നും 10ാം റാങ്കാരൻ, EBT ഷിബു S 11ാം റാങ്കാരൻ, ST കാറ്റഗറിയിൽ നിന്നും ശ്രീരംഗ് സുരേഷ്, അത് മെയിൻ ലിസ്റ്റിൽ ആരും തന്നെ ഇല്ല ST കാറ്റഗറി. അപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും 1ാം റാങ്കാരനാണ് കയറിപ്പോകുന്നത്. ഇനി മുസ്ലിമിൽ നിന്നും മിനി IN 38ാമത്തെ റാങ്കാരിയാണ്. അടുത്തത് SC CCയിൽ ഷിജു CS, അതും മെയിൻ ലിസ്റ്റിൽ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് സപ്ലിമെൻ്ററിയിൽ നിന്നും 1ാം റാങ്കാരൻ കയറിപ്പോകുന്നു. അടുത്തത് OBC സുധീഷ് കുമാർ NP 17ാം റാങ്കാരൻ. അടുത്തത് SC പ്രശാന്ത് R 76ാം റാങ്കാരൻ. അടുത്തത് EBT പ്രിയദർശിനി L 12ാം റാങ്കാരി. അടുത്തത് മുസ്ലിം ഹൈദരാലി S 42ാമത്തെ റാങ്കുകാരനാണ്. ഇനി റൊട്ടേഷൻ അനുസരിച്ചുള്ള ടേൺ തുടങ്ങിയാണ്. 61 OCയിലാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞല്ലോ. 61ാമത്തെ OC സതീഷ് കുമാർ G 1ാം റാങ്കുകാരനാണ്. 62ാമത്തത് SC CC റിജിൻ ജോയ്, അത് സപ്ലിമെൻ്ററി ലിസ്റ്റിലെ 2ാം റാങ്കുകാരനാണ്. 63ാമത്തത് OC ആണ് ഗിരീഷ് കുമാർ, 2nd റാങ്കുകാരനാണ്. 64ാമത്തത് SC ആണ് കാളിദാസൻ KR 141ാമത്തെ റാങ്കുകാരനാണ്. അടുത്തത് 65ാമത്തെ OC രാജീവ് VC 3rd റാങ്കുകാരൻ. ഇതുവരെയാണ് OC ആയിട്ട് കയറിപ്പോകുന്നത്. 66ാമത്തത് മുസ്ലിം മുഹമ്മദ് താഹിർ അസാൻ 54ാം റാങ്കുകാരനാണ്. 67ാമത്തെ ടേൺ OC ആണ് സ്മൃതി ചന്ദ്രൻ, 4ാം റാങ്കുകാരിയാണ്. SC ആണ് OC ആയിട്ട് കയറിപ്പോകുന്നത്. 68ാമത്തെ ടേണ് LC or AI ആണ്, അത് +C AM 9ാം റാങ്കാരിയാണ്. 69ാമത്തത് EWS വിഷ്ണു മോഹൻ 5ാം റാങ്കാരനാണ്. 70ാമത്തത് OBC
ആര്യമോൾ AU 46ാമത്തെ റാങ്കുകാരിയാണ്. അപ്പോൾ ഇതോടെ ഒരു യൂണിറ്റ് തീർന്നു. 10 ഒഴിവുകളുടെ ഒരു യൂണിറ്റ്. അപ്പോൾ 10 ഒഴിവുകളുടെ ഒരു യൂണിറ്റ് എടുക്കുമ്പോൾ അതിൽ OCയും BCയും 50-50 ആയിട്ട് വരണം. OC ഒരിക്കലും BCയേക്കാൾ താന്ന് നിൽക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 4 OC ഉണ്ട്, 5 BC ഉണ്ട്, ഒരു EWS ഉണ്ട്. അങ്ങനെ 10 ഒഴിവുകൾ. അപ്പോൾ ഇതിൽ OC 4 ഉള്ളപ്പോൾ BC 5 ആകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ BC ഉള്ള കാറ്റഗറിയിൽ നിന്നും ഏതെങ്കിലും ഒരു കാറ്റഗറി PTO ആയിട്ട് മാറ്റപ്പെടും. അത് ഏത് കാറ്റഗറിയാണെന്നുള്ളത് അത് ഈ റൊട്ടേഷൻ ചാർട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ തീരുമാനിക്കുന്നതാണ്. അത് നമ്മൾക്ക് ആദ്യമേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി 71ാമത്തെ OC ശാലിനി S 6ാം റാങ്കാരി. 70 OC ആയിട്ട് കയറിപ്പോകുന്നത്. 72ാമത്തെ SC ആണ് അനന്തു O 183ാമത്തെ റാങ്കുകാരനാണ്. 73ാമത്തെ OC ആണ് അബിൻ രാജു. അത് EWS ആണ് OC ആയിട്ട് കയറിപ്പോണത്, 7ാം റാങ്കുകാരൻ. 74ാമത്തെ EBT അരവിന്ദ് സോമൻ 13ാം റാങ്കുകാരൻ. 75ാമത്തെ OC അഖിൽ G വിശ്വകർമ്മയാണ്, 8ാം റാങ്കുകാരൻ. 76ാമത്തെ മുസ്ലിം റഷീദ് I 72ാമത്തെ റാങ്കുകാരനാണ്. 77ാമത്തെ OC ഷൗവ്യ കൃഷ്ണൻ 14ാം റാങ്കുകാരിയാണ്. 78ാമത്തത് EBT കാർത്തിക J 15ാം റാങ്കുകാരിയാണ്. 79ാമത്തെ EWS അനൂപ് കുമാർ A 26ാമത്തെ റാങ്കുകാരൻ. 80ാമത്തെ SIUC നാടാര് ലിജോ C 220ാമത്തെ റാങ്കുകാരനാണ്. അങ്ങനെ അടുത്ത യൂണിറ്റും തീർന്നു. അപ്പോൾ ഇതിലുമുണ്ട് BC OC ആ റേഷ്യോ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു BC എടുത്ത് TPO ആക്കി മാറ്റും. അപ്പോൾ ഇതിൽ നിന്നും ഏത് BC ആണ് TPO ആക്കി മാറ്റണമെന്ന് അവരാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റും കഴിഞ്ഞു. ഇനി അടുത്ത ടേൺ 81ാമത്തെ OC പ്രശാന്ത് M. 70 പ്രശാന്ത് OC ആയിട്ട് കയറിപ്പോകുന്നത്, 16ാം റാങ്കുകാരനാണ്. 82ാമത്തെ EBT ലൈസ, അതും 70. EBTയിൽ 18ാം റാങ്കുകാരിയാണ്. 83ാമത്തെ ടേൺ OC ആണ് അശ്വിൻ കൃഷ്ണൻ R 70 OC ആയിട്ട് കയറിപ്പോണത്, 19ാമത്തെ റാങ്കുകാരൻ. 84ാമത്തെ SC ആണ് ധന്യ AR 217ാമത്തെ റാങ്കുകാരിയാണ്. 85ാമത്തത് OC അജിത് രാജ് VR 70 OC ആയിട്ട് കയറിപ്പോണത്, 20ാം റാങ്കുകാരൻ. 86ാമത്തെ ടേണ് മുസ്ലിമിനാണ്, അത് മുഹ്സീന PA 93ാം റാങ്കുകാരിയാണ്. 87ാമത്തെ OC മാലിനി S ധീവരയാണ്, OC ആയിട്ട് കയറിപ്പോണത്, 21ാം റാങ്കുകാരി. 88ാമത്തത് ധീവരയാണ്, ഋഷികേശ് M 66ാം റാങ്കുകാരനാണ്. 89ാമത്തത് EWS വെങ്കിടേഷ് K പൈ 32ാമത്തെ റാങ്കുകാരനാണ്. 90ാമത്തത് OBC സുമേഷ് OC 89ാമത്തെ റാങ്കുകാരനാണ്. അപ്പോൾ അടുത്ത ഒരു 10 ഒഴിവിൻ്റെ ഒരു യൂണിറ്റ് തീർന്നു. ഇവിടെയും ഇത് തന്നെയാണ് സ്ഥിതി. 4 OC ഉണ്ട്, 5 BC ഉണ്ട്, ഒരു EWS ഉണ്ട്. ഇവിടെയും ഒരു BC കാറ്റഗറി TPO ആയിട്ട് മാറ്റപ്പെടും. അടുത്തത് 91ാമത്തെ ടേണാണ് OC ആണ് സോജാമോൾ CS 70 OC ആയിട്ട് കയറിപ്പോണത്, 22ാമത്തെ റാങ്കാരി. 92ാമത്തത് ST ആണ് ജയപ്രസാദ് OJ, അത് സപ്ലിമെൻ്ററി ലിസ്റ്റിലെ 2ാമത്തെ റാങ്കുകാരനാണ്. 93ാമത്തത് OC ഷിനോജി S 70 OC ആയിട്ട് കയറിപ്പോണ, 23ാമത്തെ റാങ്കുകാരൻ. അടുത്തത് LC or AI ജിഷാൽ ജോസ് 30ാം റാങ്കുകാരൻ. 95ാമത്തത് OC ആണ് ഭാഗ്യലക്ഷ്മി NS 70 24ാമത്തെ റാങ്കുകാരി. 96ാമത്തത് മുഹമ്മദ് നിജാസ് ഖാൻ NS 107ാമത്തെ റാങ്കുകാരനാണ്. ഇനി 97ാമത്തത് OC ആണ് രാഹുൽ R 70 OC ആയിട്ട് കയറിപ്പോണത്, 25ാമത്തെ റാങ്കുകാരനാണ്. 98ാമത്തത് EBT ബിബിൻ PB 70 27ാമത്തെ റാങ്കുകാരൻ. 99ാമത്തത് EWS ഹരിത B 33ാമത്തെ റാങ്കുകാരി.
100ാമത്തത് വിശ്വകർമ്മയാണ്. അമ്പാടി അരവിന്ദ് 71ാമത്തെ റാങ്കുകാരൻ. അപ്പോൾ ഒരു 54 ഒഴിവിൻ്റെ ഡെമോ ചാർട്ടാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ റൊട്ടേഷൻ ചാർട്ട് 61 തുടങ്ങുമ്പോൾ ഓൾറെഡി 58 EBT, 59 EWS, 60 HN ഈ 3 ഓൾറെഡി അവിടെ TPO ആയിട്ട് പുതിയ ലിസ്റ്റിൽ നിന്ന് മാറ്റപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അടുത്ത 10 ഒഴിവിൻ്റെ ഒരു യൂണിറ്റിൽ നിന്ന് ഒരു TPO ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അടുത്ത 10 ഒഴിവിൻ്റെ അങ്ങനെ അടുത്തൊരു TPO ഉണ്ട്. വീണ്ടും ഒരു 10 ഒഴിവിൻ്റെ ഒരു TPO, ലാസ്റ്റ് ഒരു യൂണിറ്റിൻ്റെ ഒരൊഴിവ്, അങ്ങനെ 4 TPOകൾ. ഏത് കാറ്റഗറിയാണെന്ന് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റില്ല, അത് അവരുടെ കൈകളിലാണ്. അപ്പം 4ഉം 3ഉം 7 TPOകൾ പുതിയ ലിസ്റ്റിൽ നിന്ന് ഓൾറെഡി ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞു. ഇനി ഈ TPOകൾ ഇനി അടുത്ത ഒഴിവിൽ വരുമ്പോൾ ആദ്യം തന്നെ അത് എടുക്കപ്പെടും. അപ്പോൾ അങ്ങനെയാണ് ഈ ചാർട്ട്, ഡെമോ ചാർട്ട് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് അധികം വ്യത്യാസപ്പെടാനായിട്ട് സാധ്യത കുറവാണ്. ഏകദേശം ഒരു 85% അത് ആക്യുറസിയുള്ള ഡെമോ ചാർട്ടാണ്. കാരണം ഞാൻ ഒറിജിനൽ ചാർട്ട് വരുമ്പോൾ ഞാൻ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഈ ചാർട്ടിൽ നിന്നും ഒറിജിനൽ ചാർട്ടിന് കാണാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ ഈ ഡെമോ ചാർട്ട് നോക്കിയിട്ട് തയ്യാറായിട്ടിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ എല്ലാം കളക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുമ്പോൾ തന്നെ പോയി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോണ നേരത്ത് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ജില്ലകളിൽ ഒരു 50ഓളം ഒഴിവുകളുടെ ഒരു ഡെമോ ചാർട്ടായിട്ട് വേഗം തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.